അബിയേട്ടാ. ആ കുട്ടിയിരിക്കും. കുട്ടിയോ? ഈ വീക്ക് എത്ര എൻക്വയറി ഉണ്ടായിരുന്നു? 4 അതിലെത്ര എണ്ണം ക്ലോസ് ചെയ്തു? ഒന്നും ക്ലോസ് ചെയ്തിട്ടില്ല. അതെല്ലാം ഒന്നും ക്ലോസ് ചെയ്യാത്തത്? പിന്നെ എന്തിനാ കുട്ടീനെ ഇവിടെ ഇരുത്തിയിരിക്കുന്നത്? സംസാരിക്കുന്നുണ്ട്. അല്ല, നമ്മൾ ചെയ്ത പുതിയ വർക്ക് അവരെ കാണിച്ചില്ലേ? അത് കാണിച്ചതായിട്ടാ പ്രശ്നമായത്. ആ വർക്ക് നമ്മളെ ചെയ്തെന്ന് അറിഞ്ഞപ്പോൾ കൂടുതൽ പ്രശ്നമായി. എന്ത് പ്രശ്നം? ആമ്പൽത്തടകത്തിൻ്റെ നടുക്ക് കൂടെ തോണി തൊഴിഞ്ഞു വരുന്ന നായകൻ, മറുവശത്ത് ചിരട്ടയിൽ വെള്ളം കോരി കേരാ സോപ്പിട്ട് കുളിക്കുന്ന നായിക. ഈ കൺസെപ്റ്റ് ഒന്നും വർക്കാവില്ല, ഞങ്ങൾക്ക് അന്നേ പറഞ്ഞല്ലേ. കേരാ സോപ്പിന്റെ പരസ്യത്തിൽ പിന്നെ ചിരട്ട വെള്ളം കോരി കുളിപ്പിക്കാതെ ബക്കറ്റ് വെള്ളം കോരി കുളിപ്പിക്കാൻ പറ്റും. എന്നാൽ അതിലും നന്നായനെ. ഇത്രയും നാണക്കേട് ഉണ്ടാവില്ലേ. ഈ പരസ്യത്തിൽ അഭിനയിച്ച കുട്ടി എന്നെ വിളിച്ച് ഇതിന് ചിലവായ മുഴുവൻ പൈസ തരാമെന്നും ഈ പരസ്യം ഒന്ന് പിൻവലിക്കാൻ പറ്റുമെന്നും ചോദിച്ചു. ആ കുട്ടിക്ക് ഏതോ സിനിമയിൽ അഡ്വാൻസ് കൊടുത്ത പൈസ പോലും അവർ ഈ പരസ്യം കൊണ്ട് തിരിച്ചു മേടിച്ചു. അതിനെന്താ, തിരിച്ചു കൊടുക്കട്ടെ. എന്നാലും കുറച്ചുകൂടെ നന്നാക്കണം കേട്ടോ. കൊച്ചെന്നെ കൂടുതൽ പഠിപ്പിക്കാൻ വരണ്ട. പിന്നെ എല്ലാവരും എടുക്കുന്ന പോലെ ബാത്ത് ടബിൽ കുളിക്കുന്നു, ഷവറിൽ നിന്ന് വെള്ളം വീഴുന്നു മാത്രം എടുത്താൽ മതിയോ? ഇത് ഇഷ്ടമായെന്ന് പറഞ്ഞ് ഒരുപാട് പേരെന്നെ വിളിച്ചു. അതൊക്കെ ചേട്ടൻ്റെ ശത്രുക്കളായിരിക്കും. അബിയേട്ടൻ ദേഷ്യപ്പെടുന്നത് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ദേഷ്യപ്പെടുമ്പോൾ അബിയേട്ടനെ കാണാൻ കൂടുതൽ ഭംഗിയാണ്. അങ്ങനെയാണ് നിമ്മി കൊച്ചിനോട് ഞാൻ എപ്പോഴും ദേഷ്യപ്പെട്ടെ. അയ്യോ, അത് വേണ്ട. ഒരു 5-6 മാസം കൂടുമ്പോൾ ഒരിക്കൽ ദേഷ്യപ്പെട്ടാൽ മതി. അപ്പോഴാ കൂടുതൽ ഭംഗി. നമുക്ക് ഈ വലിയ കമ്പനികളുടെ പരസ്യമൊന്നും വേണ്ടാതെ, ഭയങ്കര ടെൻഷനാണ്. നമുക്ക് ഈ PKS വാളംപുള്ളിയുടെ, വറീത് പപ്പടത്തിൻ്റെ, അമ്മച്ചി ചമ്മന്തിപ്പൊടിയുടെ ഒക്കെ പരസ്യം പിടിച്ച് അങ്ങ് മുന്നോട്ട് പോകാന്നേ. അബിയേട്ടൻ ദേഷ്യപ്പെട്ടപ്പോൾ നിമ്മി കൊച്ചു പേടിച്ചു പോയോ? പേടിച്ചു പോയി. പിന്നെ എന്തിനാ ദേഷ്യപ്പെടുമ്പോൾ കാണാൻ ഭംഗിയുണ്ടെന്ന് പറഞ്ഞു? ഭംഗിയൊക്കെ ഉണ്ട്, എന്നാലും പേടിച്ചു പോയി. എന്നാ നിമ്മി കൊച്ചു പൊക്കോ. ശരി ബേട്ടാ. ചേട്ടാ, ആ ഊള സുമേഷിനെ വിളിയടാ. ശരി ചേട്ടാ. സാർ. അയ്യോ, സാറിങ് വന്നിരുന്നേ. ഇരിക്ക് സാർ. എടാ ഊളെ, നീ എന്നതാടാ പറഞ്ഞ്? വള്ളത്തെ വരുന്ന നായകനും നായിക, ചിരട്ടക്കൊരു കുളി, മലരിക്കൽ ആമ്പൽ വസന്തം ഉള്ള പിള്ളേർ മുഴുവൻ റീൽസ് ഇട്ട് നശിപ്പിച്ച സ്ഥല അവന്റെ ന്യൂജൻ ഐഡിയ. ആ അമ്മച്ചി ചമ്മന്തിപ്പൊടിയുടെ പരസ്യത്തിന് എന്തെങ്കിലും ഐഡിയ കിട്ടിയോ? ഒരു ഐഡിയ ഉണ്ട് സാർ. എന്താ ഐഡിയ പറ. സ്പീഡ് ബോട്ടിൽ കൊച്ചിക്കായലൂടെ പാഞ്ഞു വരുന്ന ചെറുപ്പക്കാരൻ. അയാൾ ബോട്ടിൽ നിന്നിറങ്ങി തീരത്തൊരു കടയിൽ നിന്നും അമ്മച്ചി ചമ്മന്തിപ്പൊടി വാങ്ങുന്നു. ചമ്മന്തിപ്പൊടി ക്ലോസ്. തിരികെ അയാൾ ബോട്ടിലേക്ക്. കട്ടു. കായലിന് നടുവിൽ നിർത്തിയിട്ട ബോട്ടിന് ഉൾവശം ചെറുപ്പക്കാരനൊരു മദ്യക്കുപ്പി എടുക്കുന്നു. ഗ്ലാസ്സിലൊഴിക്കുന്ന മദ്യം തൊട്ടടുത്തുള്ള അമ്മച്ചി ചമ്മന്തിപ്പൊടി ക്ലോസ്. മദ്യം കുടിച്ചതിന് ശേഷം അമ്മച്ചി ചമ്മന്തിപ്പൊടി എടുത്ത് തൊട്ടു നിൽക്കുന്നു. ശേഷം സ്ക്രീനിൽ വേൾഡ്സ് ബെസ്റ്റ് ടച്ചിങ്സ് അമ്മച്ചി ചമ്മന്തിപ്പൊടി. വെരി ഗുഡ്, വെരി ഗുഡ്.
ഇത് കലക്കും. ഇതിപ്പോൾ എന്താ, വള്ളം മാറി ബോട്ടായി, ചിരട്ട മാറി മതിക്കുപ്പി ഗ്ലാസ്സുമായി, സോപ്പിന് പകരം ചമ്മന്തിപ്പൊടി. ഇയാൾക്ക് വട്ട. മിക്കവാറും ഞാൻ ഇങ്ങനെ തലക്കടിച്ച് കൊല്ലും പൊട്ടാൻ.